ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മഹാശിവഭക്തനായിരുന്ന മാർക്കണ്ഡേയന് 16 വയസ്സ് വരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 16-ാം വയസ്സിൽ ആയുസ് എടുക്കരുതെന്ന് മാർക്കണ്ഡേയൻ ശിവഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വയസ്സ് 16 ആയപ്പോ കാലൻ മാർക്കണ്ഡേയന്റെ ആയുസ് എടുക്കാനെത്തി. അവിടെ ശിവനും പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഭക്തനായ മാർക്കണ്ഡേയന്റെ ആയുസ് എടുക്കാതെ തിരിച്ചു പോകാൻ ശിവൻ കാലനോട് ആജ്ഞാപിച്ചു. കാലാവധി എത്തിയാൽ ആയുസ് എടുക്കേണ്ടത് തന്റെ കർത്തവ്യമാണെന്നും മാർക്കണ്ഡേയന്റെ ആയുസ്സും കൊണ്ട് പോകൂ എന്നും കാലന് ശഠിച്ചു. തർക്കവും വഴക്കും മൂത്തു. ഒടുവിൽ കോപിഷ്ഠനായ ശിവൻ 3-ാം കണ്ണ് തുറന്ന് കാലനെ ചുട്ടെരിച്ചു. മാർക്കണ്ഡേയന്റെ ആയുസ് നീട്ടിക്കിട്ടി. അറിയാൻ വന്ദന, ആ കഥ വെച്ചാണ് കുഞ്ചൻ നമ്പ്യാര് കാലനില്ലാത്ത കാലം എന്ന തുള്ളൽ പാട്ട് എഴുതിയത്. അതെ. ആ തുള്ളൽ പാട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ അത് വെച്ച് ഓട്ടം തുള്ളലും കളിച്ച് ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കണ്ണിലെ പോളകൾ കൂടി നരച്ചുള്ള നരന്മാർക്കങ് എണ്ണമില്ലീ വണ്ണമുള്ള പെണ്ണുങ്ങൾക്കുമില്ല എണ്ണം. എങ്ങനെയുണ്ട്? ഓട്ടംതുള്ളലൊന്നും വേണ്ടേ, ഉള്ളതേ സഹിക്കാൻ വയ്യ. ഭർത്താവിന്റെ ജീവന് വേണ്ടി ശിവന് ധാര നടത്തിയ ഭാര്യ. അതുകൊണ്ട് ഭാവിയില് ജഗന് പെട്ടെന്നൊന്നും മരണം സംഭവിക്കാൻ ശിവഭഗവാൻ അനുവദിക്കില്ല, അല്ലേ? ശരി, സമ്മതിച്ചിരിക്കുന്നു. വന്ദനം നടത്തിയ വഴിപാടുകളൊക്കെ അബദ്ധമായി പോയെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങ് പിൻവലിച്ചിരിക്കുന്നു. അതെ, ജഗന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് ഞാൻ. എന്നെ തൊട്ടു പോരുത്. എന്റെ അടുത്ത് വരാനോ നോക്കാനോ മിണ്ടാനോ പാടില്ല. എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ, പൊക്കോണം എന്റെ മുന്നിന്ന്. വന്ദനെ, നിന്റെ കഴുത്തിൽ താലി കിട്ടിയ ഭർത്താവാണ് ഞാൻ. എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? പൊക്കോ. ക്രൂരമാണ് നിന്റെ ഈ തരം താഴ്ത്തല്. തല വണങ്ങി നിന്ന് വല്ലാതെ മടുത്തു എനിക്ക്. ഇനിയും ഇത് തുടർന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്തേണ്ടി വരും. വേർപെടുത്തിക്കോ. ഭർത്താവ് എന്ന് പറഞ്ഞു കൂടെ നടക്കാൻ നിന്നെപ്പോലൊരു ഗതി കേട്ടവന്റെ ആവശ്യം എനിക്കില്ല. ഓ, നിനക്കേ ദുഃഖിക്കേണ്ടി വരും. ഓ, ഞാനങ്ങ് സഹിച്ചോളാം. പോ എന്റെ മുന്നിന്ന്. കാണിച്ചു തരാവടി. മാനത്തെ കൊട്ടാരം